റസൂലുള്ളാഹി ഉദ്ദേശിച്ചത് മാത്രം കൃത്യമായ അറിവോടുകൂടിയായിരുന്നു. എത്ര പേർക്കറിയാം? ഒരു ഉദാഹരണം ഞാൻ കൂടി പറയാം. പാലിൽ വെളിച്ചമുണ്ടെന്ന് റസൂലുള്ളാഹി പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പാലിൽ വെളിച്ചമുണ്ടെന്ന് ഹദീസുണ്ട്. ഉണ്ടോ? കേട്ടിട്ടുണ്ടോ? അന്നത്തെ കാലത്ത് പലർക്കും മനസ്സിലായില്ല പാലിൽ വെളിച്ചോ, വെള്ള കാണുമ്പോ അതായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ കൃത്യവാചകത്തിന്റെ അർത്ഥം പാല് കറക്കണം, പാല് കാച്ചണം, കാച്ചിട്ട് അത് മോരാക്കണം, തൈരാക്കണം, എന്നിട്ടത് കടയണം, വെണ്ണയെടുക്കണം, ഉരുക്കണം, കത്തിക്കണം. അപ്പൊ പാലിൽ വെളിച്ചമുണ്ടോ? ഉണ്ടാവുമോ? ഇത്രയും ബുദ്ധിയോടുകൂടി ലോകത്തോട് സംസാരിച്ചൊരു പ്രവാചകനെ നിങ്ങൾ മറ്റൊരു സ്ഥലത്ത് കാണിച്ചതാ? അങ്ങനെ എത്ര സൂചനകളാണ് ഖുറാനിലും ഹദീസിലും നമുക്കൊക്കെ ഇട്ടേച്ച് പോയിരിക്കുന്നത്. പാലിൽ വെളിച്ചമുണ്ടെന്ന് അന്നത്തെ കാലത്ത് പറഞ്ഞപ്പോ പലർക്കും പിടിയിട്ട് ഇന്ന് മനസ്സിലാവുന്നില്ല. ഖുറാനിൽ തന്നെ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് 3 തരം ചികിത്സാ രീതികളെ കുറിച്ച്. ഒന്ന് ഒരു തേൻ കൊണ്ടുള്ള ചികിത്സ. 2 രക്തമോക്ഷം, ഈ പറയുന്ന പോലെ എന്താ കൊമ്പ് വെക്കുന്ന പോലത്തെ രക്തം മോചിച്ചുകൊണ്ടുള്ള. 3 ചൂട് വെച്ചുകൊണ്ടുള്ള. ഈ 3 ചികിത്സകളെ ഖുറാനിലുള്ളൂ. ഇത് കൃത്യമായ അറിവോടുകൂടി വായിക്കാത്തവൻ തോന്നി ഇതെന്ത് പ്രാകൃത ചികിത്സ, തേന് കൊണ്ട്, സർവ്വത്തിനും തേനുണ്ടെന്ന്, ഏത് രോഗത്തിനും തേൻ കുടിച്ചാൽ മതി എന്ന് പറഞ്ഞ കുറെ എണ്ണം ഷുഗറിനും തേൻ കുടിച്ചിട്ട് ഇവിടെ അപകടത്തിൽപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ കൊമ്പെന്നും പറഞ്ഞ് ഇവിടെ കൊമ്പ് ഹിജാമയൊക്കെ വെച്ച് കുറെ എണ്ണം അങ്ങനെയുണ്ട്. ചൂട് വെക്കുക, അവിടെ എവിടെയും പൊള്ളിക്കുക. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്നും മെഡിക്കൽ രംഗത്ത് ഇതിങ്ങനെയൊന്നുള്ള വയലുകളൊന്നും ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തെറ്റുണ്ടെങ്കിൽ എന്നോട് പറയണം. ഞാൻ മനസ്സിൽ പറഞ്ഞത് ഞാൻ അങ്ങ് പറയാം. ഞാൻ കാണുന്ന തേൻ എന്ന് പറയുന്നത് ഒരു സൂചകമാണ്, അല്ലാതെ തേന് മാത്രമല്ല. ആ തേനിലൂടെ ഉദ്ദേശിക്കപ്പെട്ടത് കെമിക്കലാണ്, അല്ലെങ്കിൽ അതിന്റെ പിന്നിലെ രസതന്ത്രമാണ്, ഔഷധത്തിന്റെ കൂട്ടുകളെയാണ് അവിടെ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് കീമോതെറാപ്പി, ഒരു പനി വന്നാലും നമ്മൾ എന്താ ചെയ്യുന്ന? കീമോതെറാപ്പിയാ ചെയ്യുന്നല്ലേ? പാരസെറ്റമോളും ഒക്കെ കുടിക്കുമ്പോൾ, ബ്രൂഫണൊക്കെ കുടിക്കുമ്പോൾ അത് ഈ തേൻ എന്ന് പറയുന്ന പോലെ അതിനെ നമ്മൾ ആ സൂക്ഷ്മ രൂപത്തിലൊന്ന് കണ്ടു കഴിഞ്ഞാൽ ലോകത്തിലെ 3 വിഭാഗങ്ങളിലെ ചികിത്സയെ ലോകത്തിലുള്ളൂ. ഒന്ന് കെമിക്കൽ കൊണ്ടുള്ള ചികിത്സ, മരുന്നുകൾ കൊണ്ടുള്ള ചികിത്സ ഒന്ന്. രണ്ടാമത്തതോ രക്തമോക്ഷം എന്ന് പറഞ്ഞാൽ ശസ്ത്രക്രിയ അല്ലേ? മൂന്നാമത്തതോ ചൂട് വെക്കുക എന്ന് പറഞ്ഞാൽ ലേസർ ചികിത്സ. ലേസർ കൊണ്ട് ഇന്ന് ലേസർ ഹോളൊക്കെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നു. ലോകം എത്ര പുരോഗമിച്ചാലും ഈ 3 ചികിത്സയിൽ അപ്പുറം ഒരു മരുന്ന് കുടിക്കണം, സർജറി ചെയ്യണം, ലേസർ കൊണ്ട് ട്രീറ്റ്മെന്റ് ചെയ്യണം. അന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ട് ലേസർ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഇരുമ്പ് ചികിത്സ അത്ര പെട്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തോണ്ട് അങ്ങനെ പെട്ടെന്ന് ചെയ്യരുതെന്ന് അതിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞത് എന്തിനാണെന്നറിയോ? പൊതുസമൂഹം എല്ലാവരും നിഷ്പക്ഷമായി ഒന്ന് ചിന്തിക്കണം. ഇങ്ങനെ കൃത്യമായി ഏത് ലോകത്തിലും ഏത് അവസാന സമയത്തും കേട്ടാലും കൃത്യമായി അതിലൊരുപാട് അർത്ഥങ്ങളടങ്ങിയ വാക്കുകളാണ് പ്രവാചകനിലൂടെ നമുക്ക് കേൾപ്പിച്ചു തന്നത്. പക്ഷെ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് എന്താ പരിഹാരം? പരിഹാരം ഒന്നേ ഉള്ളൂ. നമ്മൾ ഇതുപോലൊക്കെ ഇനിയും കൂടണം. ഇങ്ങനെ മാത്രമായി കൂടരുത്. ഒരു 1.5 മണിക്കൂർ നേരത്തേക്ക് ബുക്ക് ചെയ്ത് വിളിക്കരുത്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെറുതെ ചുമ്മാ പിള്ളേരോട് വർത്താനം പറയാൻ വേണ്ടി ഏതെങ്കിലും വീട്ടിലോ ഏതെങ്കിലും മദ്രസേന്റെ ഹാളിലോ ഒന്ന് വിളിക്കണം. എന്നിട്ട് അവരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കണം. അവരുടെ ന്യായമായ ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കട്ടെ. അതേപോലെ നിങ്ങളുടെ ആലിമ്യങ്ങളെ ഞങ്ങളും കൊണ്ടുപോയി ഞങ്ങളുടെ കുട്ടികളോട് സംസാരിപ്പിക്കണം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഉള്ളവർക്കും പുറത്തു നിൽക്കുന്നവർക്കും ഒക്കെ. ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കുത്തി ചെലുത്തി തന്നതാരാ? എന്താ ഒന്നിച്ചിരുന്നാൽ ഒന്നിച്ചൊരു പള്ളിയിൽ പോലും നമസ്കരിച്ച ചരിത്രം മദീന പള്ളിക്കില്ലേ? റസൂലുള്ളാഹിയെ കാണാൻ വന്ന അർമേനിയൻ പാത്രിയാർക്കീസും സംഘത്തിനോടും കുശല പ്രശ്നങ്ങൾക്കൊക്കെ ശേഷം അവർ പറഞ്ഞു, ഞങ്ങൾ പോയി പ്രാർത്ഥിക്കട്ടെ, ഞങ്ങളെ പള്ളികൾ ഇവിടെയൊന്നും ഇല്ല, എന്നാലും ഞങ്ങൾ ദൂരെ പോയി പ്രാർത്ഥിച്ചിട്ട് പിന്നീട് ഒരു ദിവസം വരാം എന്ന് പറഞ്ഞപ്പോൾ സൽക്കാരപ്രിയനായ ആതിഥ്യ മര്യാദയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഞങ്ങൾ ഇവിടെ സൗകര്യം ചെയ്തു തന്നാൽ നിങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുമോ? ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് കിബില കിഴക്കോട്ടാണ്. അപ്പോൾ റസൂലുള്ളാഹിയും കൂട്ടരും പറഞ്ഞു, ഞങ്ങൾക്ക് കിബില പടിഞ്ഞാറോട്ടാണ്.
അങ്ങനെ ഒരേ സമയത്ത് സന്ധ്യാസമയത്ത് മഗ്രിബിന്റെ സമയത്ത് കിഴക്കോട്ട് തിരിഞ്ഞുകൊണ്ട് അർമേനിയൻ പാത്രിയാർക്കീസും കുരിശു വരച്ച് യേശുവിനെ പ്രാർത്ഥിച്ചപ്പോൾ, അവർ കൗമ ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ, അതേ പള്ളിയിൽ പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്ന് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് സുജൂദ് നടത്തിയ ചരിത്രം നമ്മൾ മറന്നുപോയി. അപ്പൊ ഒന്നിച്ചിരിക്കുന്നതിന് എവിടെയാ തെറ്റ്? ഇനി എന്താ അതിലേറെ വലിയ തെളിവ് വേണ്ടത്? യഹൂദന്റെ ശവം കൊണ്ടുപോയപ്പോൾ അതൊരു മനുഷ്യന്റെ ശവമാണെന്ന്, വിശ്വാസിയുടെ ശവമാണെന്ന് തെറ്റിദ്ധരിച്ച് എഴുന്നേറ്റതാണെന്ന് പറഞ്ഞ സഹാബിയോട് എന്താ പറഞ്ഞത്? സഹാബത്തിനോട് പറഞ്ഞു, ഞാനത് ഇസ്ലാമാണോ മുസ്ലിമാണോ അന്യമതക്കാരനോ നോക്കി എഴുന്നേറ്റതല്ല മക്കളെ, അതൊരു മനുഷ്യന്റെ ജനാസയാണ്, അതിനെ ബഹുമാനിക്കണം. അവസാനമായി നമുക്ക് കാണിക്കാൻ കഴിയുന്ന ആദരവാണത്. അവസാന ആദരവ് ഇവിടുത്തെ പോലീസുകാർ ചെയ്യുന്നത് റസൂലുള്ളാഹിയിൽ നിന്ന് പഠിച്ചിട്ടാണെന്ന് അലക്സാണ്ടർ ജേക്കബിനെ പോലുള്ളവരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പുള്ളി പോലീസുകാരനായതുകൊണ്ട് അത് പറയണം. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് പറയുന്നു. ഞാനും എൻ്റെ വീട്ടുകാരും മാത്രം ഉണ്ടാക്കിയതല്ലത്. അദ്ദേഹത്തെ പോലുള്ള ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. കേരള പോലീസിൽ പോലും ഇത്രം അല്ലേ, ഒരു തൊപ്പിയൂരി നമ്മൾ സിനിമയിലെങ്കിലും കണ്ടു കാണും. ഒരു ശവശരീരം കണ്ടാൽ ഉടനെ പോലീസുകാർ തൊപ്പിയൂരും. അതിന്റെ കാരണം എന്താ? അവനും ബഹുമാനിക്കാവുന്നതിന്റെ പരമാവധി, സല്യൂട്ട് അടിക്കാനൊന്നും പറ്റൂല, അവന് കൊടുക്കാവുന്നതിന്റെ പരമാവധി ബഹുമാനം അവന്റെ തൊപ്പിയൂരലാണ്. അതുകൊണ്ട് ഞാനും ഉസ്താദൊക്കെ തൊപ്പിയൂരണമെന്ന് പറയുന്നത് ഞങ്ങൾ പോലീസുകാരല്ല. ഞങ്ങളുടെ ബഹുമാനം വേറെ രീതിയിലാണ് അല്ലേ. അതുകൊണ്ട് ഞങ്ങളൊക്കെ ചിലപ്പോൾ ഈ ശവശരീരങ്ങളുടെ അടുത്തൊക്കെ നിൽക്കുമ്പോൾ തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് നിൽക്കുക. ആ സമയത്ത് ഇതെല്ലാം വലിച്ചു വരാനൊന്നും പറ്റുന്നത് അത് ഞങ്ങൾ പോലീസുകാരല്ലല്ലോ. അവരുടെ രീതി, അവരുടേതായ രീതി, അതായത് ഒരു ബഹുമാനം കൊടുക്കണം ഈ ജനാസയ്ക്ക് എന്ന് ആദ്യമായി ലോകത്തിന്റെ മുമ്പിൽ ഇത്ര സുശക്തമായ രീതിയിൽ തെളിയിച്ചതാരാ? നമ്മൾ ഓർക്കണം, ഈ മാസം അദ്ദേഹത്തിന്റെ ജന്മമാണ്. റഹ്മത്തുൽ ആലം അല്ലേ, ആലത്തിന്റെ റഹ്മത്തായി പടയ്ക്കപ്പെട്ടവർ ഇന്നത് വെറും അവകാശവാദമായി ഇന്നും നിലനിൽക്കുക. അതാണ് എന്റെ സങ്കടം. നബി ലോകത്തിന് സൃഷ്ടിക്കപ്പെട്ടത് റഹ്മത്തല്ലാതെയായിട്ട് മറ്റൊന്നുമല്ല എന്ന് പറയും. ഇന്നും അന്യമതത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു അവകാശവാദമായിട്ട് മാറുക. നേരെ മറിച്ച് നേരത്തെ പോലത്തെ ഭക്ഷ്യ സംസ്കാരം ഒന്ന് കൊണ്ടുവന്നിരുന്ന മൈക്രോ ലെവൽ, ഗ്രാസ് റൂട്ട് ലെവലിൽ ഇവിടുത്തെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ഇപ്പോഴുള്ള മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന്റെ ആളുകൾ ഞങ്ങൾക്ക് അന്നം തരുന്ന അന്ത്യയോജന, അന്നയോജന എന്ന് പറയുന്നത് ഈ പറയുന്ന ആലമുൽ റഹ്മത്തിന്റെ പേരിലാണ്. റഹ്മത്ത് ഓഫ് ആലം, ആലത്തിന്റെ റഹ്മത്തിന്റെ പേരിലാണ്. ഒരേ വിഭാഗത്തിൽപ്പെട്ടവരുടെ ആദർശവും അനാദർശ പ്രസംഗങ്ങളും നടത്താനല്ല, വിഭാഗം തിരിഞ്ഞ് ചേരി തിരിയാനല്ല. ഇതിനൊക്കെ വേണ്ടി നമ്മളൊന്ന് ഒന്നിച്ചാൽ ലോകം തിരിച്ചു പറയും പ്രസക്തമാണ്. മതം പറഞ്ഞ് അവർക്ക് പറഞ്ഞേ പറ്റൂ, ഇല്ലെങ്കിൽ നമ്മുടെ മക്കൾ പറയും. ഇന്നന്നെയുള്ള ഒരു എന്താണെന്നറിയോ, ഞാൻ ഒരുപാട് മക്കളോട് സംസാരിക്കുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾ ദൈവത്തിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? അപ്പോൾ മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ഹിന്ദുക്കെ ആണെങ്കിലും ദൈവത്തിലൊന്നും വലിയ കുഴപ്പമില്ല ഒക്കെ തന്നെ, പക്ഷെ മതം ഞങ്ങൾക്ക് വേണ്ട. മതമില്ലാതെ എങ്ങനെയാ ദൈവത്തെക്കുറിച്ച് അറിയുന്നത്? അതോ ദൈവത്തിനെ അറിഞ്ഞെങ്കിലേ മതം പാടുള്ളൂ? ദൈവത്തിനെ അറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ മതം വേണ്ട കേട്ടോ. പക്ഷെ മതം ഉണ്ടെങ്കിലേ ദൈവത്തിന്റെ യഥാർത്ഥ വശം മനസ്സിലാവുള്ളൂ. അങ്ങനെയല്ല അതിന്റെ ഫോർമുല. പക്ഷെ ഇന്ന് തിരിച്ചിട്ടിരിക്കുക. എന്റെയും നിങ്ങളുടെയും വീട്ടിലെ മക്കള് പറയാ ദൈവത്തിനെയൊക്കെ അംഗീകരിക്കാം, പക്ഷെ നിങ്ങളെയൊന്നും അംഗീകരിക്കാനൊക്കെയല്ല. ഇത് ഏതെങ്കിലും ജോലി നഷ്ടപ്പെട്ടു പോകുന്നവന്റെ വ്യഥയല്ല, അത് മനസ്സിലാക്കണം. നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു നിയത്തും വെച്ചിട്ടില്ല. ഇതിലൂടെ ദക്ഷിണ മേടിച്ച് ജീവിക്കുന്ന ആളല്ല എന്ന് വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ജോലി നഷ്ടപ്പെടുന്നവന്റെ വ്യഥയല്ല ഇത്. പക്ഷെ ലോകം തന്നെ കാരുണ്യമാക്കാതെ ഇവിടത്തെ കലുഷിതത്തിലേക്ക് വരുന്നതിന്റെ ലക്ഷണങ്ങൾ അത് കണ്ടുകൊണ്ടുള്ള വിഷമം കൊണ്ട് പറയാ. അതുകൊണ്ട് നമുക്ക് പ്രസക്തമാക്കണം മതം പ്രസക്തമാണെന്ന് ഞാനും നിങ്ങളും നമ്മുടെ പ്രവർത്തികളിലൂടെ തെളിയിക്കണം. അതുകൊണ്ട് ചിരിക്കണം, സമാധാനം ആശംസിക്കണം, കെട്ടിപ്പിടിക്കണം, കൈ കൊടുക്കണം. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയ്ക്കും അപ്പുറത്തേക്ക് നമ്മുടെ ശരീരങ്ങൾ ഒന്നിക്കണം. ഒന്നിച്ചിരുന്ന് ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷിക്കാൻ കഴിയണം. അയൽവക്കക്കാരന്റെ വീട്ടിൽ മിസ്കീൻ അല്ലേ, മഹ്റൂമീങ്ങൾ ആരാന്നൊക്കെ നമുക്ക് മനസ്സിലാകണം. മഹ്റൂമീങ്ങളൊക്കെ എന്താന്ന് ഇവർ പറഞ്ഞു തരും. ഇനി സമയമൊന്നുമില്ല, അത് എടുത്തിട്ട് കഴിഞ്ഞാൽ ഇനിയും കുറെ സമയം പോകും.
അതുകൊണ്ട് നമസ്കാരം നിലനിർത്തുന്നവരുടെ ലക്ഷണത്തിന്റെ കൂട്ടത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട് 19-ാം അധ്യായത്തിൽ. എന്താണെന്നറിയോ? മഹ്റൂമീങ്ങളെ തിരിച്ചറിയുമെന്ന്. സക്കാത്തിന് അവകാശമുള്ളവരെ തിരിച്ചറിയും. നമസ്കാരം നിലനിർത്തുന്നവർ എങ്ങനെ ഒരാൾ നമസ്കാരം നിലനിർത്തുന്നുണ്ടെന്ന് അറിയാ എന്നൊരു ആയത്ത് അവിടെയുണ്ട്. അന്ന് ഞാൻ ചൊല്ലുന്നില്ല, ഉസ്താനെ പോലുള്ളവരൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ പാണ്ഡിത്യം പ്രകടിപ്പിക്കാൻ വേണ്ടി പറയല്ലേ, ആയത്ത് ചൊല്ലാൻ അറിയാഞ്ഞിട്ടുമല്ല. പക്ഷെ അതൊന്നും ഒരു പരിപാടി എന്ന നിലയിൽ നിങ്ങൾ എടുക്കരുത്. സ്വാമി ആയത്ത് ചൊല്ലുന്നൊരു സ്വാമി തിരക്കടില്ല. പക്ഷെ എനിക്ക് അതിന്റെ പിന്നിൽ ആശയമാണ് ഇവിടുത്തെ പൊതുസമൂഹത്തോട് പറയാനുള്ളത്. എന്താ പറഞ്ഞിരിക്കുന്നത്? കൃത്യമായി ആരാധനകളിലും കൃത്യമായി മതം കൊണ്ട് നടക്കുന്നവരുടെ ലക്ഷണങ്ങൾ പറഞ്ഞ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. അവന് സക്കാത്ത് ആർക്കെന്ന് കൃത്യമായി ബോധം വരും, സദക്കാർക്ക് ചെയ്യണമെന്ന കൃത്യമായ ബോധം വരും. പിന്നീട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അവനവന്റെ സ്വത്തിൽ ആർക്കൊക്കെ അവകാശമുണ്ടെന്ന് ഇങ്ങനെയുള്ളവർക്ക് തിരിച്ചറിവ് വരുമെന്ന. അതിൽ പറയുന്നുണ്ട് സക്കാത്തിന് അർഹരായവർ. പിന്നീടോ മഹ്റൂമീങ്ങളെ തിരിച്ചറിയുന്നവർ. എന്താ ഈ മഹ്റൂമീങ്ങൾ? ആത്മാഭിമാനം കൊണ്ട് തങ്ങളുടെ പുറമേ ഭാഗത്തേക്ക് അല്ലെങ്കിൽ പുറത്തേക്ക് അവരുടെ ദാരിദ്ര്യം പ്രകടിപ്പിക്കാതെ നമ്മളെപ്പോലെ ഭക്ഷണമൊക്കെ കഴിച്ച് കൈയൊക്കെ കഴുകിച്ചിട്ട് നെയ്യൊക്കെ കയ്യിലെ പെരട്ടിയൊക്കെ വരുന്ന ആളുകളുണ്ടാവും. ഒന്നും തിന്നിട്ടുണ്ടാവില്ല. പക്ഷെ ഒരു നെയ്യിന്റെ മണമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കരുതും നെയ്ച്ചോറ് തിന്നിട്ടാ വരുന്നതെന്ന്. അങ്ങനെ തങ്ങളുടെ ബുദ്ധിമുട്ട് പുറത്ത് കറിയാൻ ഒരു രീതിയിലും ഇഷ്ടപ്പെടാത്ത ആളുകളെ തേടി പിടിച്ചുകൊണ്ട് സഹാബത്ത് ഉമർ റളിയല്ലാഹു അൻഹും അതേപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒക്കെ ചെയ്തിരുന്ന ഒരു കാലത്ത് വേഷം മാറിയവർ നടന്നിരുന്നു. രാത്രി 12 മണിക്ക് ഇറങ്ങി നടന്നിരുന്നു. സത്യത്തിൽ രാത്രി 12 മണിക്ക് എല്ലാവരും ഉറങ്ങുമ്പോൾ പുറത്തിറങ്ങി നടക്കാത്ത ഒരൊറ്റ സഹാബി ഉണ്ടായിരുന്നില്ല. എന്തിനു വേണ്ടിയാ നടന്നത്? നന്മ ചെയ്യാൻ വേണ്ടി. ആരെങ്കിലും വിശന്ന് കിടന്ന് ഉറങ്ങുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി, ഏതെങ്കിലും വീട്ടിലെ കൊച്ചുങ്ങൾ കരയുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. ഖലീഫ ഉമറിന്റെ കാലത്ത്, ഉസ്മാന്റെ കാലത്ത്, അബൂബക്കറിന്റെ കാലത്തൊക്കെ ഇത് സംഭവിച്ചിരുന്നു. അവരൊക്കെ മഹ്റൂമീങ്ങളെ തേടി ഇറങ്ങിയതാ. ആത്മാഭിമാനം കൊണ്ടും വിഷമം കൊണ്ടും തങ്ങളുടെ ബുദ്ധിമുട്ട് പുറത്തു കഴിയാത്തവരെ കണ്ടുപിടിക്കാൻ വേണ്ടി, അവർക്ക് രഹസ്യമായി സേവ ചെയ്യാൻ വേണ്ടി. ഇന്നെവിടെ നമ്മളൊക്കെ ഇങ്ങനെ വല്ല സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫോട്ടോ എടുപ്പിച്ചിട്ടൊക്കെയാണ്. അതൊന്നും മഹ്റൂമീങ്ങൾക്ക് ചെയ്യുന്ന സഹായമല്ല. സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇങ്ങനെ ഒരുപാട് ചിന്തിക്കാനുണ്ട്. എനിക്ക് നിങ്ങളെക്കുറിച്ച് എന്ത് മനസ്സിലായി എന്നുള്ളത് പറയാനുള്ള വേദി തരുമ്പോഴാണ് ചിലപ്പെങ്കിൽ ചില മറ്റു കോണുകളിൽ നിന്ന് ബഹുസ്വരമായ കേൾക്കുമ്പോഴല്ലേ ചില കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും. അതേപോലെ തന്നെ ഉസ്താദുമാരെ കൊണ്ട് ഞങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്ന് ഞങ്ങളും കേൾക്കുമ്പോഴല്ലേ ഇങ്ങനെയൊക്കെ ഇവർ പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെ കുറച്ചും കൂടിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഞങ്ങളൊക്കെ ജീവിക്കണമെന്ന് ഞങ്ങൾക്ക് തോന്നുള്ളൂ. ഇങ്ങനെയൊന്നും നടക്കരുത് എന്ന് ആര് തീരുമാനിച്ചിട്ടുണ്ട്? ഇവിടെ ഒരുപാട് പേര് തീരുമാനിച്ചിട്ടുണ്ട്. കച്ചവടം പൂട്ടും, ലോകം നന്നായാൽ കച്ചവടം നടക്കൂല. ഞാൻ എപ്പോഴും വിചാരിക്കും പിള്ളേരിങ്ങനെ വലിയ ബൈക്കിലൊക്കെ ഇങ്ങനെ ഡ്രുന്നൊക്കെ പറയുമ്പോൾ ഈ കളർ ഒരു ബൈക്കുണ്ടല്ലോ, ഡ്യൂക്ക് അല്ലേ, ഒരു ഓറഞ്ച് കളർ. എൻ്റെ അമ്മ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും എനിക്ക് വളരെ ഇഷ്ടമായി ഇതിൻ്റെ പിന്നിലിരിക്കുന്നവരെ കാണാൻ. ഞാൻ പറഞ്ഞു ഇവൻ പോയി തൊലഞ്ഞാലും ചത്താലും നല്ല രീതിയിൽ അതിന് കാശാണ് എല്ലാവർക്കും. എന്തിനേറെ അത് ശവസംസ്കാരത്തിന് ചെയ്യുന്ന പള്ളിയിലച്ഛനും പിന്നെ മൗലവിക്കും സ്വാമിക്കും മടക്കം കിട്ടും, എന്തെങ്കിലും കൈമടക്കും അല്ലേ. ഇവൻ ജീവിച്ചാലും ഗുണം, ചത്താലും ഗുണം. എന്തിനാ ഇങ്ങനെയൊക്കെയുള്ള രീതിയിലേക്ക് നമ്മളെ മാറ്റുന്നത്? 16-18 വയസ്സ് പോലും തികയാത്തവരുടെ കയ്യിൽ ഈ പറയുന്ന പോലെ ബൈക്കാ നിർബന്ധിച്ച് മേടിപ്പിക്കുക. ഐഫോൺ ഇല്ലാതൊരു കൊച്ച് ഇന്ന് ജീവിക്കൂലാത്ത അവസ്ഥയിലേക്ക് നമ്മളൊക്കെ എത്തിക്കുകയാണ്. ഇവിടെയൊക്കെ കുറച്ചും കൂടി ഭേദമുണ്ടാകും, കുറച്ചും കൂടി ഒരു ഗ്രാമപ്രദേശമൊക്കെ ആയതുകൊണ്ട്. ഞങ്ങളുടെ ഇടയിലൊക്കെ പല സ്ഥലത്തും ചിലപ്പോൾ വിഷമം തോന്നും. ഒരു വീട്ടിലേക്ക് ഒരാൾ കയറി വന്നാൽ പോലും അയാളോടൊരു സലാം പറയാനോ അയാളോടൊരു സമാധാനം പറയാനോ ഒന്നും നമ്മൾ അല്ലെങ്കിൽ നമ്മുടേതായ രീതിയിലൊരു അഭിവാദ്യം ചെയ്യാൻ നമ്മുടെ മക്കളെ കിട്ടൂല. ഉടനെ എഴുന്നേറ്റ് അടുത്ത റൂമിൽ പോയിരുന്ന് ഗെയിം. കാരണം ഇത് ഗെയിം എങ്ങാനും ഒരു സെക്കൻഡ് മാറിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയുള്ള കുട്ടികളോട് മതം പൂർണ്ണമാക്കാൻ നമ്മൾ ആവശ്യപ്പെട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിക്കുന്നവരുടെ ഒരു കൂട്ടായ്മയായിട്ട് ഇത് മാറട്ടെ. അതുകൊണ്ട് ചെറിയ ചിതറിയ ചിന്തകൾ മാത്രമാണ് ഞാൻ ഈ പൊതുസമൂഹത്തോട് പറയുന്നത്. അമ്പലപ്പുഴയിലെ ഈ ജമാഅത്തുമായി ബന്ധപ്പെട്ടവരോട് മാത്രമല്ല ഞാൻ സംസാരിച്ചു. ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഈ ഉത്തരവാദിത്തമുണ്ട്. കുറെ 2-3 വർഷമായി ഇപ്പൊ ഞാൻ ഇത് തന്നെ പല രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏകദേശമൊക്കെ ക്രോഡീകരിച്ച് ഇത് പറയേണ്ടുന്ന ഒരു കാലഘട്ടമായി. കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം, മതം പ്രസക്തമായേ പറ്റൂ.
മതം പ്രസക്തമാകുമ്പോഴാണ് അത് ഹൃദയത്തിന്റെ ഭാഷയിലൂടെ പറയപ്പെടണം, യുക്തിയുടെ ഭാഷയിൽ പറയരുത്. യുക്തിയുടെ ഭാഷയിൽ മതത്തിലൊന്നുമില്ല, ശാസ്ത്രത്തിന്റെ ഭാഷയിലും മതത്തിലൊന്നുമില്ല എന്ന് നമ്മൾ ഇന്നിപ്പോ പല പണ്ഡിതന്മാരും ചെയ്യുന്നൊരു പ്രധാന തെറ്റ്, അതെല്ലാ മതത്തിലും അവനവന്റെ ഗ്രന്ഥത്തെ ശാസ്ത്രീയമായി തെളിയിക്കാൻ നടക്കുക. അത് ഞാൻ എൻ്റെ അച്ഛനെ അച്ഛ എന്ന് വിളിച്ചത് DNA ടെസ്റ്റിൽ തെളിഞ്ഞിട്ടാണോ? ഞാൻ അങ്ങനെയല്ല. നിങ്ങളോ? ഇവിടെ ഇരിക്കുന്ന ആരും അച്ഛനെ അല്ലെങ്കിൽ ബാപ്പയെ ഉമ്മയെ ഒക്കെ വിളിച്ചത്, അവരെ വിളിച്ചതൊന്നും എങ്ങനെയല്ല, DNA ടെസ്റ്റ് കണ്ടിട്ടൊന്നുമല്ല. എന്താ ഉറപ്പില്ല. എന്നിരുന്നാലും നമ്മൾ എന്ത് ചെയ്യും? ചില നാട്ടു നടപ്പ്, ഹൃദയത്തിന്റെ ഭാഷയിൽ എന്നോട് എന്നെ മകനെ കൊണ്ടു നടന്ന ആ അച്ഛനെ ഇന്നും എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ എനിക്കൊരു വികാര. എൻ്റെ അച്ഛനാണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്. ആ അച്ഛൻ്റെ DNA ടെസ്റ്റ് പരിശോധിച്ചിട്ടൊന്നും അല്ലാതെ നമുക്ക് നമ്മുടെ ഗ്രന്ഥം, നമ്മുടെ ദൈവവിശ്വാസം, നമ്മുടെ നബിയോടുള്ള ഹുബ്, അദ്ദേഹത്തിന്റെ വാക്കുകൾ, ഇതൊക്കെ വല്ല ശാസ്ത്രവും തെളിയിച്ചതിന് ശേഷം മതി എന്നൊന്നും പറയാൻ പോകരുത്. അതേപോലെ എൻ്റെ ഗുരുക്കന്മാർ, എൻ്റെ ഋഷീശ്വരന്മാർ, ആനോ ഭദ്രാഹ കൃതവോ എന്ത് വിശ്വതഹ എന്ന് പ്രാർത്ഥിച്ചവർ, ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിച്ചവർ, സർവേഷാം സ്വസ്തിർഭവതു എന്ന് പ്രാർത്ഥിച്ചവർ, അവരെയൊക്കെ ഞാൻ പിൻപറ്റുന്നത് ശാസ്ത്രീയതയുടെ തെളിവ് കൊണ്ടൊന്നുമല്ല, അവർ പറഞ്ഞ ശാസ്ത്രീയത കൊണ്ടൊന്നുമല്ല. അത് ഹൃദയത്തിന്റെ ഭാഷയാ. എനിക്ക് അവർ വേണം, അവർക്ക് ഞാനും വേണം. അവർ പറഞ്ഞത് എന്നിലൂടെ പുലരണം. റസൂലുള്ളാഹിയുടെ വാക്കുകൾ എന്നിലൂടെയും നിങ്ങളിലൂടെയുമാണ് പുലരേണ്ടത്. അല്ലാതെ തലയിലൂടെ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചും വെല്ലുവിളിച്ചും ശാസ്ത്രത്തോട് ഏറ്റുമുട്ടിയിട്ടൊന്നുമല്ല. അങ്ങനെയൊക്കെയാണെന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയായിരുന്നു മക്കളെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതൊക്കെ വലിയ ഒരു കാര്യമായി ദൈവം നമ്മളിൽ നിന്ന് കണക്കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, അല്ലേ? അതുകൊണ്ടൊക്കെ ആയിരിക്കും എന്നെ ഇവിടെ വിളിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഈ നാടുമായിട്ട് എനിക്ക് വേറെ ബന്ധമൊന്നുമില്ല. അടുത്ത് കുറച്ചങ്ങോട്ട് വണ്ടാനം മാറി എൻ്റെ ഒരു സുഹൃത്ത് മുബാറക്കുണ്ട്, അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹമൊക്കെ ബന്ധപ്പെട്ട് വണ്ടാനത്തൊക്കെ ഒരു ശാന്തിപ്രഭ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമായി അവിടെ ഒരു പ്രഭാഷണമൊക്കെ നടത്തുകയുണ്ട്. അദ്ദേഹം ഒരു ഉസ്താദിന്റെ അടുത്ത് അവിടെ കോഴിക്കോട് വരാറുണ്ട്. ഒരു നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് വെച്ച് കണ്ട് പരിചയപ്പെട്ടതാണ്. അല്ലാതെ മറ്റു ബന്ധങ്ങളൊന്നും ഈ ഏരിയ ആയിട്ട് എനിക്കില്ല. അല്ലെങ്കിൽ എന്തിനാണ് നിങ്ങളെന്നല്ല, ഈ 30 റബീഉൽ അവ്വൽ മാസത്തിലെ 30 ദിവസങ്ങളിൽ അല്ലെങ്കിൽ 28 ദിവസങ്ങളിൽ 48 പ്രോഗ്രാമുമായി എന്തിനാണ് ഒരു ഹൈന്ദവ ആചാര്യൻ ഇത്തരം വേദികളിൽ വരുന്നത്? കാരണം ചില സൂചനകൾ നൽകാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇത് ഏകദേശം അവസാനിക്കാറായി, റബീഉൽ അവ്വൽ അവസാനിക്കാറായി. അതുകൊണ്ട് ഇത് ലൈവ് പോകുന്ന ഒരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത്രയും പേർ മാത്രമല്ല കേൾക്കുക എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ലൈവ് പോകുന്നില്ല അവനെ. കാരണം നമ്മൾ ഇനിയും തിരിച്ചറിയണം നമ്മുടെ പൊതു ശത്രു ആരാണ്, നമ്മുടെ ധർമ്മത്തിന്റെ, നമ്മുടെ ദീനിന്റെ ശത്രു ആരാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അത്തരം ചില കാര്യങ്ങളുടെ സൂചനകളെ നൽകാൻ കഴിയുള്ളൂ. കൃത്യമായി നമുക്ക് ആരെയും തല്ലിക്കൊല്ലാൻ വേണ്ടി നിങ്ങളെ മുമ്പിലേക്ക് ഇട്ടുതരാൻ അല്ലെങ്കിൽ മതക്കാൻ അല്ല. ഇനി ഞാൻ ദൈവ വജൂദായി പറഞ്ഞാൽ മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നു. അതിനുള്ള തെളിവുകളും ഒന്നിക്കാൻ സാധിക്കും, അല്ലേ? നമ്മൾ ശാസ്ത്രത്തിലൂടെ ഒന്നിച്ചോ? ഉണ്ട്. കാരണം നിങ്ങളെ കയ്യിൽ ഐഫോൺ ഉണ്ട്, എൻ്റെ കയ്യിൽ ഐഫോൺ ഉണ്ട്. അത് ഹിന്ദു ഐഫോൺ എന്നോ ക്രിസ്ത്യൻ ഐഫോൺ എന്നോ ഇല്ല. ഉണ്ടോ? ഇല്ല. ശാസ്ത്രത്തിലൂടെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഒന്നിച്ചിരിക്കുന്നുണ്ട്. ഒരു പാർക്കിൽ നമുക്ക് ഒന്നിച്ചിരിക്കാം. ഒരു മാളിൽ പോയാൽ, ലുലു മാളിൽ പോയാൽ നമുക്ക് ഒന്നിച്ചിരിക്കാം. എന്തിനേറെ ബീവറേജസിന്റെ ക്യൂവിൽ നമുക്ക് ഒന്നിച്ചു നിൽക്കാം. മദ്യഷാപ്പിൽ നമുക്ക് ഒന്നിച്ചിരിക്കാം. വേശ്യാലയത്തിൽ പോലും നമുക്ക് ഒന്നിച്ചു പോകാം. എല്ലാ അർത്ഥത്തെ പൊതുസമൂഹത്തിന്റെ പല ഇടങ്ങളിലും, ഒരു ബസ്സില്, ഒരു ട്രെയിനില്, ഒരു പ്ലെയിനില്, ഇവിടെ ജാതിയോ മതമോ വിശ്വാസമോ ആചാരമോ ഒന്നും തന്നെ പ്രശ്നമില്ല. തിന്മ ചെയ്യാൻ നമുക്ക് ഒന്നിച്ചു നിൽക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല. എന്നാൽ പള്ളിയിൽ വാങ്ക് കേട്ടാലോ ഉടനെ കേൾക്കും, ഞങ്ങളുടെ പള്ളിയിൽ നിന്നാണോ അത് അപ്പുറത്തുനിന്ന് വിഭാഗത്തു നിന്നാണോ? ഇവിടെ നിന്നാണെങ്കിൽ ചൊല്ലാൻ തുടങ്ങൂല, അവിടെ നിന്നാണെങ്കിൽ 2 മിനിറ്റ് വൈകിട്ടാണെങ്കിലും ചൊല്ലാൻ തുടങ്ങും. ഒരേ ബസ്സിലിരിക്കുന്നവർ, ഒരേ സിനിമാശാലയിൽ ഇരുന്നവർ, ഒരേ ഷാപ്പിൽ കയറിയവർ, പള്ളിമണി കേൾക്കുമ്പോൾ അത് യാക്കോബ പള്ളിമണിയാണോ, ഓർത്തഡോക്സ് പള്ളിമണിയാണോ, അതിൽ തന്നെ കത്തോലിക്കയാണോ, കത്തോലിക്കയിൽ തന്നെ മലങ്കര റീത്താണോ, അതോ സീറോ മലബാർ റീത്താണോ, ലത്തീൻ റീത്താണോ എന്ന് നോക്കിയിട്ട് ദൈവത്തിനെ പ്രാപിക്കാനും ദൈവത്തിനെ പ്രാർത്ഥിക്കാനും ആരാധിക്കാനും സുജൂദ് ചെയ്യാനും ഒക്കെ നമ്മൾ വേറിട്ട് പോകുന്നു ഇപ്പോഴും.
ഈ നിലയിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചില്ലേ? ബീവറേജസിൽ കാണിക്കുന്ന ആ ഒരു ബീവറേജസ് ക്യൂവിൽ കാണുന്ന അച്ചടക്കം പോലും പലപ്പോഴും നമ്മുടെ പരിപാടികൾക്ക് കാണാറുണ്ടോ? ഇതെന്റെ നിങ്ങളുടെ സമുദായത്തിനോടാ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൽ പെടാത്ത ക്രിസ്ത്യൻ സമുദായത്തിനോട് കൂടിയാ ചോദിക്കുക. അവിടുത്തെ ഒരു സഹകരണം പോലും, ഒരു ബീവറേജസ് ക്യൂവിൽ കാണിക്കുന്ന ഒരു സഹകരണം പോലും പലപ്പോഴും പല വിഷയത്തിലും, അടക്ക് വിഷയത്തിലും പല വിഷയത്തിലും നമ്മൾ കാണിക്കുന്നില്ല. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഞങ്ങളെ കയ്യിൽ വർഗീയത ഇല്ലേ, ഞങ്ങളെ കയ്യിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ലേ, ഈ കളർ കാണുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുതേ, എൻ്റെ പൊട്ട് കാണുമ്പോൾ, എൻ്റെ കെട്ട് കാണുമ്പോൾ ഇത് ഞങ്ങളിൽ വർഗീയതയുള്ള ആളുകളല്ലേ എന്നിങ്ങനെ വിളിച്ചു പറയേണ്ടുന്ന ഒരു ഗതികേടിലേക്ക് ഞങ്ങളെ എത്തിച്ചിരിക്കുന്ന പോലെ നിങ്ങളെയും എത്തിച്ചിരിക്കുക. ഓരോ മീറ്റിങ്ങുകളിലും നമ്മൾ പറയുകയാണ് ഇവർ ഞങ്ങളിൽപ്പെട്ടവരല്ല, അല്ലെങ്കിൽ ഈ വർഗീയത ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. എന്നിട്ടോ നമ്മുടെ ഇടയിൽ നിന്ന് തന്നെയാണ് ഇവരൊക്കെ പുറത്തോട്ട് ഇറങ്ങി ഇതൊക്കെ ചെയ്യുന്നത്. ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റൂ. ഞാനും നിങ്ങളും ഒന്നിച്ചിരിക്കുന്നിടത്തും തുടങ്ങുന്നു, അല്ലെങ്കിൽ നമുക്ക് ഇത്തരം വേദികൾ ഇനിയും ഒന്നിച്ചിരിക്കാൻ കഴിയുന്നിടത്തുനിന്ന് തുടങ്ങുന്നു ഇതിനുള്ള പരിഹാരം. ഇത് വേണമോ വേണ്ടയോ എന്ന് മാത്രമാണ് നിങ്ങളുടെയും എന്റെയും മുമ്പിലുള്ള ചോദ്യം. ഞാൻ തയ്യാറാണ്. ഇക്കണ്ട ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചു നമ്മൾ വരുന്നത്. ആർക്കെങ്കിലും എവിടെയെങ്കിലും ഒരു ചെറുപ്പക്കാരനെങ്കിലും ഒരു ഫിത്തനയിൽ നിന്ന് മാറാൻ തോന്നിക്കഴിഞ്ഞാൽ അവൻ്റെ ഈമാൻ വർദ്ധിക്കണമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതിനുള്ള പ്രസംഗമൊക്കെ ഞാൻ പ്രസംഗിക്കുന്നുണ്ടോ എന്നറിയില്ല. അതിനൊക്കെ ഇനി ഇവിടെ ആലിമ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒന്ന് എനിക്ക് ഉറപ്പ് തരാൻ പറ്റും, ഇത് കൃത്യമായി ഒന്ന് മനസ്സിലാക്കിയാൽ ഒരാളെങ്കിലും ഒരു തെറ്റിൽ നിന്ന് മാറാനുള്ള സാധ്യത ഞാൻ കാണുന്നു. മതപരമായൊരു തെറ്റിൽ, മതത്തിന്റെ പേരിൽ മാനവികതയ്ക്കെതിരെ പോകുന്ന ആ സ്വഭാവത്തിൽ നിന്നൊന്ന് മാറാൻ നമ്മുടെ മക്കളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അത്ര മാത്രമേ ഞാനിത് കൊണ്ട് ഉദ്ദേശിക്കുന്നു. അതിലപ്പുറത്തേക്കൊന്നും ഉദ്ദേശിക്കാനുള്ള ശക്തിയും ധൈര്യവും ഒന്നും നമുക്ക് ദൈവത്തിന്റെ തിരുമുമ്പാകെ ഇല്ല. അല്ലാണ്ട് ഇത് ചെയ്തത് കൊണ്ട് അവിടെ പ്രത്യേകിച്ച് സ്വർഗം കിട്ടുമെന്നോ, അങ്ങനെയൊക്കെ കിട്ടട്ടെ. കാരണം ഓരോ മതത്തിന്റെ ധർമ്മത്തിന്റെ ദർജ ഉയർത്തിയവരുടെ കൂട്ടത്തിൽ നമ്മൾ പെടണം. നല്ല മാർഗത്തിൽ മറ്റുള്ളവരോട് സംസാരിച്ചവരുടെ കൂട്ടത്തിൽ നമുക്ക് പെടണം. റസൂലുള്ളാഹിയെ സ്നേഹിച്ചവരുടെ കൂട്ടത്തിൽ പെടണം. ഇല്ലേ? പ്രവാചകന്മാരെയും ഗുരുക്കന്മാരോടൊക്കെ ഹുബ്ബ് വെച്ചവരുടെ കൂട്ടത്തിൽ നമ്മൾ പെടണ്ടേ? അങ്ങനെയൊക്കെ ഉണ്ടാകട്ടെ. പക്ഷെ ഇതിന്റെ ഇടയിൽ ഉദ്ദേശിക്കപ്പെടുന്ന ഇതാണ്, അറിഞ്ഞോ അറിയാതെ നമ്മുടെ കയ്യിൽ ആയുധങ്ങൾ നൽകുന്നത് ആരാണ്? 150 വർഷം കഥ കേൾക്കണം നിങ്ങൾ. കഥയല്ല, സംഭവമാണ്. 150 വർഷങ്ങൾക്ക് മുമ്പേ അവർ തീരുമാനിച്ചു ശാസ്ത്രം എന്ന് പറയുന്ന മതമാക്കി വളർത്തണം. ഇന്ന് ഡെൻമാർക്കിലും ഇന്ന് മറ്റേ നേരത്തെ പറഞ്ഞ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലും ഉള്ളതുപോലെയുള്ള ഒരു ഭരണ സംവിധാനം മുന്നോട്ട് കൊണ്ടുവരണം. അവിടെ അവർ ഒന്നിച്ചിരിക്കുന്നത് ശാസ്ത്രത്തിന്റെ പേരിലാണ്. അവിടെ എല്ലാവർക്കും ഐഫോൺ ഉണ്ട്, അല്ലെങ്കിൽ എല്ലാവർക്കും മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട്. അവിടെ എല്ലാവർക്കും മിനിമം വേതനങ്ങളുണ്ട്. അവിടെ ആർക്കും ആരെയും ഭയപ്പെടേണ്ടതില്ല. തുണി ഉടുത്ത് നടന്നാലും തുണി ഉടുക്കാണ്ട് നടന്നാലും അവർക്കൊരു പ്രശ്നവുമില്ല. ആരാരെയും വീട്ടിൽ വിളിച്ചു കൊണ്ടുപോയാലും ഒന്നിനും ഒരു പ്രശ്നമില്ല. നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ ഇതൊന്നും ഒരു പ്രശ്നമില്ലാത്ത രാജ്യമാണ്. ആരും അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യത്തില്ല. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് പോകാം. കാരണം ദൈവമില്ല, പരലോക ശിക്ഷയോ ജീവിതമോ ഒന്നും തന്നെ ഇല്ല. പിന്നെ എന്തിനാ പേടിക്കുന്നത്? ഈ രീതിയിലേക്ക് നന്മയുള്ളവരായി മാറി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക എന്ന സംവിധാനം ഏറ്റവും കൂടുതൽ കൊണ്ടുവരാൻ അവർ തീരുമാനിച്ചത് ശാസ്ത്രത്തിന്റെ വളർച്ചയിലൂടെയാണ്. ഇന്ന് എവിടെ വരെ എത്തി നിൽക്കുന്നു? എല്ലാം വേണം, ഫേസ്ബുക്കും എല്ലാം വേണം. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഇന്ന് അതിന്റെ ദോഷവശങ്ങളിലേക്കാണ് നമ്മളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പറഞ്ഞു കൊടുക്കാൻ ആർക്ക് കഴിയും? ഏതാണ് വേദികൾ? ഏത് വേദിയിൽ ഇത് പറയും? അതുകൊണ്ടാണ് ഇത്തരം വേദികളിലൊക്കെ ഞങ്ങൾ എത്ര ബുദ്ധിമുട്ടിയാൽ ചിലതൊക്കെ നമുക്ക് ഒഴിവാക്കണം. കാരണം ഇന്നത്തേക്ക് വേണമെങ്കിൽ ഇന്നലത്തെ നാളത്തേക്ക് ഒരു ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം. റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട ലാസ്റ്റ് 2 ദിവസങ്ങളാണ് അല്ലെ? ശനി ഞായർ ഇനി കിട്ടുമോ? ഇല്ല. ഇന്നത്തെ ദിവസത്തേക്ക് വേണ്ടി 18ഓളം പ്രോഗ്രാമുകളുടെ വിളി എനിക്ക് വന്നതാ. 18 പ്രോഗ്രാമിൽ ഇതിനെക്കാട്ടിലും ആളുകൾ, ജനകോടികൾ, ആയിരങ്ങൾ നിറഞ്ഞിരിക്കുന്ന സദസ്സ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നിരിക്കും. കാരണം എന്താ പറയുക, പറഞ്ഞ വാക്കിന്റെ വില. ഇവിടെ എത്ര ആളുണ്ടെന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചില്ല. നിങ്ങൾ എന്ത് തരുമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടോ? ഇവിടെ ഉണ്ടെങ്കിൽ തുറന്നു പറയണം.
സ്വാമി ഇത്രയും പൈസ പറഞ്ഞാൽ അവിടെ വന്നിരിക്കുന്നത്, ഇറങ്ങുന്ന സമയത്ത് ഇത്രയും പൈസ തരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇതിന്റെ കമ്മിറ്റിക്കാർ പറയാം. എന്നാൽ ഈ ഉറപ്പാണ്, നിങ്ങൾ തരുന്നതിന്റെ ഇരട്ടിയുടെ ഇരട്ടി കിട്ടാവുന്ന വേദി ഉപേക്ഷിച്ചിട്ട് എന്നവിടെ നിൽക്കുന്നത്. എന്താണെന്നറിയോ? പറഞ്ഞ വാക്ക് വസിയത്ത് ഉള്ളവൻ അത് പാലിക്കണം. അപ്പോഴേ ഈമാൻ ഉണ്ടാവുള്ളൂ എന്ന് നാളെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നാളത്തത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, എൻ്റെ ഏറ്റവും വലിയ, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഉസ്താദിന്റെ ഒരു പ്രോഗ്രാം നാളെ എറണാകുളത്ത് നടക്കുക. അദ്ദേഹവും കേന്ദ്രമന്ത്രിയും എത്ര സന്നാഹങ്ങളാണെന്നറിയോ? പക്ഷേ വൈലത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കൊച്ചു പ്രോഗ്രാം ഉണ്ട്, കുറച്ച് കുട്ടികൾ മാത്രമേ ഉള്ളൂ. അതായത് അവിടെ ഒരു ഹിഫുൽ കോളേജ് ഉണ്ട്. ആ കോളേജുമായി ബന്ധപ്പെട്ട ഒരു 10 അവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ വേണ്ടി കുറേ മുമ്പേ വാക്ക് കൊടുത്തുപോയി. അയാൾ ആകെ തരുന്നത് ആ കരുവാര കൊണ്ട് വൈലത്തൂർ കുറച്ച്, അയാൾ അങ്ങനെയല്ലേ കണക്ക് കൂട്ടത്തുള്ളൂ. ഞാനിവിടുന്ന് ആലപ്പുഴയിൽ നിന്നാണ് അവിടെ ചെല്ലുന്നവൻ അയാൾക്ക് നോക്കേണ്ട കാര്യമില്ലല്ലോ. എൻ്റെ വീട് വൈലത്തൂർ ഏകദേശം ഒരു 10-60 കിലോമീറ്റർ കാണും. അതിനുള്ള എണ്ണക്കാശ് ഇവിടെ നിന്ന് പോയാലും അത്രേ കിട്ടുള്ളൂ. പക്ഷെ നാളെ നടക്കുന്ന 24-ാം തീയതി എറണാകുളത്ത് വെച്ച് കേന്ദ്രമന്ത്രിമാരും നമ്മുടെയൊക്കെ മന്ത്രിമാരും മുൻ മന്ത്രിമാരും ഒക്കെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ ഈ പറയുന്ന ഉസ്താദിന്റെ മക്കളടക്കം നേരിട്ട് ക്ഷണിച്ചിട്ട് ഒരു രക്ഷയില്ല. പറഞ്ഞ വാക്കൊന്നേ ഉള്ളൂ. ഇത് എൻ്റെ കൂടെ നിൽക്കുന്നവർ നാളെ കാണണം. സ്വാമി വലിയ പ്രോഗ്രാം നോക്കി പോകുന്നവനല്ല. എൻ്റെ മക്കളുടെ മുമ്പിൽ ഞാൻ ഈ മാതൃക കാണിക്കണം, അല്ലേ? അല്ലെങ്കിൽ എനിക്ക് പറയാറുള്ളത് ബുദ്ധിമുട്ടാകൂടെ, നമുക്ക് ഇതും ക്യാൻസലാക്കാം അതും ക്യാൻസലാക്കാം, നമുക്ക് അങ്ങോട്ട് പോയാൽ ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റിൽ നമ്മുടെ പോക്കറ്റിൽ വരുന്ന പൈസ കൂടും. അതുകൊണ്ട് ഈ രീതിയിലേക്കൊക്കെ നമ്മൾ തെളിയിച്ചു കൊടുക്കണം. പറഞ്ഞുകൊണ്ട് വരുന്നത് ഇതാണ്. 150 വർഷങ്ങൾക്ക് മുമ്പ് അവർ ഒരു തീരുമാനമെടുത്തു, മതങ്ങളെ അപ്രസക്തമാക്കണം. ഇത്രയും സസ്പെൻസ് ഇതാണ്. മതം ഇനി ലോകത്തിൽ വേണ്ട. ഉണ്ടായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, പക്ഷെ തമ്മിൽ തള്ളുന്ന മതമായിരിക്കണം. വിഭാഗങ്ങൾ ഓരോ ദിവസം വളരുന്തോളും അങ്ങനെ പറയാറുണ്ടല്ലോ, വളരുന്തോറും പിളരുന്ന മതമാക്കണം. ഒരു വിഭാഗത്തിന് മറ്റൊരു വിഭാഗത്തിനെ കണ്ട അടി കൂടുന്ന മതമാക്കണം. അപ്പോഴും അതിലെന്തുണ്ട്? ഒരുപാട് ബിസിനസ് ഉണ്ട്, അല്ലേ? ഇപ്പൊ ഒരു പള്ളിയുമായി അല്ലെങ്കിൽ സമുദായമായി അടി കൂടി കഴിഞ്ഞാൽ എത്ര കോടി രൂപ യാക്കോബായ ഓർത്തഡോക്സ് അടിക്ക് വേണ്ടി ഇവിടെ ചെലവാക്കപ്പെട്ടു. അത് സ്പോൺസർ ചെയ്യാനുള്ള ഒരാളുണ്ട്, അല്ലേ? 2 കൂട്ടരുടെ ഇടയിലും പ്രബലരായ ബിസിനസ്സുകാരുണ്ട്. ഈ രീതിയിലേക്ക് ഇത് തല്ല് കൂടിയാലും അവർക്ക് ഗുണം, തല്ല് കൂടിയില്ലെങ്കിലും അവർക്ക് ഗുണം. മതങ്ങളുടെ കാര്യമാണ് പറയുന്നത്, പ്രസക്തമായ കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര കോടി രൂപ ഇവിടെ പിരിക്കപ്പെട്ടു ഈ പള്ളി വഴക്കിനും കേസിനും വേണ്ടി. ഇനിയും അതിനൊരു തീരുമാനമായിട്ടുണ്ടോ? ഇനിയും സംസ്കരിക്കപ്പെടാത്ത മൃതദേഹങ്ങൾ 29, 30, 1 മാസമൊക്കെ ആയ സമയ കാലഘട്ടത്തിലാണ്. ഇന്ന് സംസ്കരിച്ചോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ 10-29 ദിവസമായി സംസ്കാരം നടക്കാതെ മോർച്ചറിയിൽ ഇരിക്കപ്പെടുന്ന ശവശരീരങ്ങളുള്ള നാട്ടിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. നമ്മളെ ഇങ്ങനെ ആക്കിയത് ആരാ? ഏതായാലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാന്ന് നമുക്ക് തന്നെ അറിയാം, അല്ലേ? അദ്ദേഹം സൂചിപ്പിച്ചു. ഇത് നമ്മളല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയ, കാരണം അതിന് മാത്രമൊന്നും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ പോരാടിയിട്ടില്ല. ഉണ്ടോ? അല്ലെങ്കിൽ അതിന് മാത്രം നിങ്ങൾ പറ, അങ്ങനെയാണോ? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയതിന്റെ വല്ല തെളിവുകളും നിങ്ങളുടെ കയ്യിലുണ്ടോ? ഈ തെളിവുകൾ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇല്ല എന്നതിന്റെ തെളിവാണ് ഞാനിവിടെ നിൽക്കുന്നുണ്ട്, അല്ലേ? നമ്മുടെയൊക്കെ ഉള്ളിൽ സൗഹാർദ്ദം തന്നെയാണ്. യഥാർത്ഥ മതത്തിന്റെ ആഴത്തിലേക്ക് ഞാനൊന്ന് ആഴ്ന്നിറങ്ങി ചെന്നപ്പോൾ എല്ലാ മതക്കാരോടും പറയുന്നത്, നിങ്ങളുടെ എല്ലാ മതങ്ങളുടെ അവാന്തര വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ തത്വശാസ്ത്രങ്ങളെ ഞാനൊന്ന് പരിശോധിച്ച് നോക്കിയിട്ടുണ്ട്. എവിടെയും ഒരു പ്രവാചകനും ഒരു ഗുരുവും ഒരു സമ്പ്രദായവും വർഗീയപരമായി പെരുമാറാൻ അവരുടെ അനുയായികളോട് പറഞ്ഞിട്ടില്ല. ഉണ്ടെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞാൽ ഞാൻ ഈ പണി നിർത്തും, വേറെ പണിക്ക് പോകും. ഇനിയും കുറെ പണികൾ അറിയാം. അതുകൊണ്ട് ഇങ്ങനെ ആചാര്യനായി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ മതപരമായ ഉടുപ്പിട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരു നിർബന്ധവും ഞാൻ ആർക്കും ഒരു സ്ഥലത്തും ഞാൻ എഴുതി വെച്ചിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ പോകാമെന്ന് ഒരു നിയത്തും വെച്ചിട്ടില്ല.
ഞാനിതിന്റെ കൂടെ നിൽക്കുന്നത് മതങ്ങളെല്ലാം സൗഹൃദത്തെ മാത്രമേ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളൂ, പ്രത്യേകിച്ച് റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ. യഹൂദന്റെ ശവം കൊണ്ടുപോകുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത്, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ പൂച്ചയുടെ ഉറക്കത്തെ പോലും മാനിക്കുന്നത്, അല്ലേ? അദ്ദേഹം പറഞ്ഞു, അതുകൊണ്ട് ഞാൻ വിശദീകരിച്ച് പറയാം, ഉറുമ്പുകളുണ്ടോ എന്ന് നോക്കുന്നത്. അങ്ങനെ എത്ര കാര്യങ്ങൾ നമ്മൾ എത്ര കാര്യങ്ങൾ സൂക്ഷ്മതയോടുകൂടി ദീനിനെ പുലർത്തിയ ആളുകളുടെ കാര്യമാണ് നമ്മളൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത്.